ജീവിതത്തിലെ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അത് സാധിക്കാതെയാണ് സിദ്ധാർത്ഥ് വേണുഗോപാൽ ഇന്ന് ലോകത്തോട് വിട പറഞ്ഞത്. ക്യാൻസർ ബാധിതനായിരുന്നു സിദ്ധാർത്ഥ്. 2 വർഷത്തോളമായി ക്യാൻസർ ചികിത്സയുടെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹം. എന്നാൽ ആരെയും ഒന്നും അറിയിക്കാതെ എപ്പോഴും ചിരിയോടെ തന്നെ എല്ലാം കൈകാര്യം ചെയ്തിരിക്കുകയായിരുന്നു അദ്ദേഹം. സുഹൃത്തുക്കളുടെ ഫോൺ കോളുകളോട് ചിരിച്ചു മാത്രമേ സിദ്ധാർത്ഥ് മറുപടി പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളോ തൻ്റെ ഈ വിഷമ കാലഘട്ടമോ ഒരിക്കലും പുറത്തു വരരുത് എന്ന് അദ്ദേഹം തീവ്രമായി തന്നെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ ആ വേദനയൊന്നും ആരെയും അറിയിക്കാതെ സിദ്ധാർത്ഥ് ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്നാൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ബാക്കിയാക്കിയിട്ടാണ് സിദ്ധാർത്ഥ് വേണുഗോപാൽ ഇപ്പോൾ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. ആ ആഗ്രഹം ലൈവിലെത്തി തന്നെയാണ് സിദ്ധാർത്ഥ് അവസാനമായി പറഞ്ഞതും. ബിഗ് ബോസിൽ എത്തണം എന്നായിരുന്നു സിദ്ധാർത്ഥിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ബിഗ് ബോസിൻ്റെ എല്ലാ സീസണും താൻ കാണാറുണ്ടെന്നും ഒരു എപ്പിസോഡ് പോലും താൻ മുടക്കിയിട്ടില്ലെന്നും സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നു. തൻ്റെ സുഹൃത്തുക്കൾ ഒക്കെ തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു. ബിഗ് ബോസ് 4ാം സീസണിൽ താൻ എത്തുമെന്നായിരുന്നു സിദ്ധാർത്ഥിൻ്റെ പ്രതീക്ഷ. എന്നാൽ പിന്നീട് അദ്ദേഹം അസുഖബാധിതൻ ആയിരിക്കാനാണ് സാധ്യത. അതിനുശേഷം സീരിയലിലൂടെ ഒക്കെ നമുക്ക് പരിചിതനായ സിദ്ധാർത്ഥ് പിന്നീട് സ്ക്രീനിൽ ഒന്നും നമ്മൾ കണ്ടില്ല. തൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു സിനിമയുടെ ഭാഗമാവുക, ഒരു വലിയ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ ഭാഗമാവുക എന്നതും സീരിയലിൻ്റെ ഭാഗമാവുക എന്നതും ഒക്കെ. ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചാണ് ഇന്ന് സിദ്ധാർത്ഥ് വേണുഗോപാൽ നമ്മളോട് വിട പറഞ്ഞിരിക്കുന്നത്. മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു അത്. നടൻ സിദ്ധാർത്ഥ് വേണുഗോപാൽ അന്തരിച്ചിരിക്കുന്നു. അവതരിപ്പിച്ചത് ചുരുക്കം കഥാപാത്രങ്ങൾ മാത്രമാണെങ്കിലും സിദ്ധാർത്ഥ് വേണുഗോപാൽ എന്ന നടനെപ്പറ്റി കൂടുതൽ വർണ്ണനയുടെ ആവശ്യമില്ല. കീർത്തിയുടെ സിദ്ധു, അരുൺ ഷെണായി തുടങ്ങിയ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ മിനി സ്ക്രീനിൽ റൊമാൻറ്റിക് ചുള്ളനായി വിലസിയിട്ടുള്ള ഈ ചാലക്കുടിക്കാരൻ അവതാരകനായിട്ടാണ് സ്ക്രീനിൽ തുടക്കമെങ്കിലും അഭിനയമോഹം ഒന്നുകൊണ്ട് മാത്രമാണ് കുടുംബ സദസ്സുകളുടെ പ്രിയ സിദ്ധുവായി താൻ മാറിയതെന്ന് പലപ്പോഴും സിദ്ധാർത്ഥ് വ്യക്തമാക്കിയിട്ടുണ്ട്. പഠിക്കുന്ന കാലത്ത് തന്നെ അഭിനയമോഹം ഉണ്ടായിരുന്ന അദ്ദേഹം പ്രൊഫഷണൽ നാടകങ്ങളിൽ സജീവമായിരുന്നു. സിനിമാ നിർമ്മാതാവും നടനുമായ അരുൺ ഘോഷാണ് സിദ്ധാർത്ഥിനെ മിനി സ്ക്രീനിലേക്ക് എത്തിക്കുന്നത്. പ്രേക്ഷകരുടെ പിന്തുണയാണ് തൻ്റെ വിജയമെന്ന് സിദ്ധാർത്ഥ് വ്യക്തമാക്കിയിട്ടുണ്ട്.